ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസമാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യ ഇംഗ്ലണ്ട്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാവികാഭ്യാസമാണ് കൊങ്കൺ 2023. കൊങ്കൺ 2023 ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാവികാഭ്യാസമാണ്. അപ്പോൾ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാവികാഭ്യാസമാണ് കൊങ്കൺ 2023 എന്നത്. അടുത്ത ചോദ്യം നോക്കാം. നിലവിലെ UPSC ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മനോജ് സോണി. മനോജ് സോണിയാണ് നിലവിലെ UPSC ചെയർമാൻ. നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണി. മനോജ് സോണിയാണ് നിലവിലെ UPSC ചെയർമാൻ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പിണറായി വിജയൻ. പിണറായി വിജയനാണ് കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് പിണറായി വിജയനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 പുറത്തുവന്ന നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എറണാകുളം. അപ്പോൾ എറണാകുളമാണ് 2023 പുറത്തു വന്ന നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല. 2023 പുറത്തു വന്ന നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വനത്തിനുള്ളിൽ തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആണ്, കേരളം. കേരളമാണ് വനത്തിനുള്ളിൽ തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്ന സംസ്ഥാനം. വനത്തിനുള്ളിൽ തേനീച്ച അല്ലെങ്കിൽ കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്ന സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡിജി കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. അപ്പോൾ ഡിജി കേരളം എന്നത് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ്. അപ്പോൾ ഡിജി കേരളം കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായാണ് ഭജൻലാൽ ശർമ്മ നിയമിതനായത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രിയായാണ് ഭജൻലാൽ ശർമ്മ നിയമിതനായത്. ഭജൻലാൽ ശർമ്മ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായാണ് നിയമിതനായത്. അപ്പോൾ രാജസ്ഥാൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. അടുത്ത ചോദ്യം. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമർത്യ സെൻ. അമർത്യ സെന്നാണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യ സെന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, റോക്കട്രി ദി നമ്പി എഫക്റ്റ്. റോക്കട്രി ദ നമ്പി എഫക്റ്റ് ആണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് റോക്കട്രി ദി നമ്പി എഫക്റ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ദുബായ്. ദുബായിലാണ് 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്.
2023 UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിലാണ്. അടുത്ത ചോദ്യം, ലോക ജനസംഖ്യയിൽ നിലവിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യ. ഇന്ത്യയാണ് ലോക ജനസംഖ്യയിൽ നിലവിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. ലോക ജനസംഖ്യയിൽ നിലവിൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം നോക്കാം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി ആണ് ശരണബാല്യം. അപ്പോൾ ശരണബാല്യം എന്ന പദ്ധതി കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ശരണബാല്യം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പാണ്. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം എന്നിവ തടയുന്നതിന് വേണ്ടിയാണ് ശരണബാല്യം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ശരണബാല്യം പദ്ധതി നടപ്പിലാക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പാണ്. അടുത്ത ചോദ്യം നോക്കാം. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം. ഉത്തരം ഓപ്ഷൻ എ ആണ് RBI. RBI ആണ് അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായി ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ചത്. അപ്പോൾ അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ചത് RBI ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏതു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ്. അപ്പോൾ ജ്യൂസ് എന്നത് വ്യാഴഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് ജ്യൂസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യത്ത് ആദ്യമായി നടന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയായ നഗരം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം. രാജ്യത്ത് ആദ്യമായി നടന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയായത് തിരുവനന്തപുരം നഗരമാണ്. തിരുവനന്തപുരം നഗരത്തിലാണ് രാജ്യത്ത് ആദ്യമായി നടന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിൻ്റെ വേദി. അടുത്ത ചോദ്യം, കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ കോക്ടെയിൽ. ഓപ്പറേഷൻ കോക്ടെയിൽ എന്നത് സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ്. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. അടുത്ത ചോദ്യം നോക്കാം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 75 രൂപ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം 75 രൂപയുടേതാണ്. 75 രൂപയുടെ നാണയമാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇന്ത്യ. ഇന്ത്യയാണ് 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഉള്ളത്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഉത്തരാഖണ്ഡിലാണ്.
ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.